guys, welcome back to V-Talks. Guys, അപ്പോൾ ഇന്നത്തെ ചലഞ്ച് മാത്തമാറ്റിക്സ് ഫുഡ് ചലഞ്ച്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചലഞ്ചിൽ സ്പെഷ്യൽ ആയിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ്. യെസ് ഗൈസ്. അപ്പോൾ ഇതിന്റെ റൂൾ ഞാൻ പറഞ്ഞുതരാം. അല്ല, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് ആദ്യം പറയാം. ഇത് നമുക്കൊരു ഫുഡ് ചലഞ്ച് ആണെന്ന് അറിയാലോ. ഒരു ഫുഡ് ഐറ്റം നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടാവും. ഫുഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യണം. അത് നിന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയാം. ഇങ്ങോ ബ്രോഡ് പറഞ്ഞുതരാം. അപ്പൊ കേക്ക് എന്ന് പറഞ്ഞ ഫുഡ് ഐറ്റം ആണ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുന്നത്. അതിന്റെ ആദ്യത്തെ അക്ഷരം സി അല്ലേ? അപ്പൊ 4 - 1 എത്രയാണ്? 3. ആൽഫബറ്റിക്കൽ ഓർഡറിന്റെ അകത്ത് മൂന്നാമത്തെ ഏതാണ്? സി. അതുപോലെ തന്നെ അടുത്ത അക്ഷരം കണ്ടുപിടിക്കണമെങ്കിൽ 2 - 1 എത്രയാണ്? 1. ആൽഫബറ്റിക്കൽ ഓർഡറിലോ? സോ അങ്ങനെ സി കണ്ടുപിടിച്ചു, എ കണ്ടുപിടിച്ചു, അങ്ങനെ കെ കണ്ടുപിടിക്കണം, ഇ കണ്ടുപിടിക്കണം. അങ്ങനെയാണ് അതിന്റെ ഓർഡർ പോകുന്നത്. ഇത് കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ ഇന്നത്തെ ഈ ഒരു ചലഞ്ച് നടക്കുന്നത് ടീം ബേസ്ഡ് ആണ്. ഞാനും കൂടിയാണ്. ടീമിന്റെ പേര് പറയാം. ഞങ്ങളുടെ ടീം ചക്കി. ജക്കറിന്റെ ജായും ബക്രിയും ബ്രോഡ് എന്തുവാ പറയണോ? കൊമ്പന്റെ വീഡിയോയിലേക്ക് അടിക്കാൻ ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മറക്കുക. സബ്സ്ക്രൈബ് ഗൈസ്, വി ആർ റോഡ് ടു 1 million സബ്സ്ക്രൈബേഴ്സ് ആണ്. ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തിടുക. എന്നാലേ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, എന്തായാലും നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഹൽവ. ബ്രോ എന്താ എമ്മ? ഈ എമ്മൊക്കെ എവിടെ ഹൽവയ്ക്കകത്ത്? അതെ. ബ്രോ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാത്തോണ്ടാ. കാരണം അറിയാമോ, ലൈക്ക് ഇതിന്റെ ആൻസർ ഈക്വൽ ടു ഇതിന്റെ ആൻസർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ തന്നെ ആയിരിക്കും ഇതിന്റെ ആൻസറും. അപ്പൊ അത് ചിന്തിക്കണം. എന്തെങ്കിലും ഒന്ന് ഹെൽപ്പ് സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫുഡ് പൊരിട്ടെ ഈ കഴിച്ചോട്ടെ. എന്തൊരു ഷുഗർ ബ്രോ കഴിഞ്ഞ ദിവസം മറ്റേ ആ ഡയറി മിൽക്ക് ഇത്ര ഉള്ള തന്നെ കുത്തി പിള്ളേർ കഴിക്കട്ടെ. ഈ പ്രായത്തിലേക്കുള്ള കഴിച്ച് വളരണം. കൊഴുക്ക അങ്ങനെയല്ലേ? അവിടെ കിടന്ന് വളരെ എന്തൊരു ഇതല്ലേ, എന്തൊരു ഡേർട്ടി ഇതാ. വേസ്റ്റ് ചെയ്യുന്നതിന് തുല്യല്ലേ അത്? അത് കൊതിയിട്ടായിരിക്കാൻ വേണ്ടില്ല. കൊതുക് കുത്താണ്ടിരിക്കാണ്. കൊതിയിട്ടായിരിക്കാൻ ചെവി കഴിയിട്ടു പോയിട്ട് ആളെ വിളിക്കും, കല്യാണം കഴിക്കുമ്പോൾ വിളിക്കും എന്നെ. സഹായിക്കാൻ പറഞ്ഞു. എന്തേ ബ്രോ പറയാനുള്ള തിരിക്കും. കഴിക്കും ചേച്ചൊരു കഴിച്ചു. മാംഗോ ഹൽവ ആണ് കേട്ടോ. മാംഗോ ഹൽവ മാംഗോയുടെ ഒരു ഫ്ലേവർ ഇടുന്നുണ്ടോ? ആണോ? പാട്ടും പാടിയിരുന്നു നമ്മൾ പാട്ടും പാടി ഇരിക്കും. ചിലപ്പോ ഞങ്ങള് പാട്ടും പാടി നടക്കും, ചിലപ്പോ ഞങ്ങള് പാട്ടും പാടി കിടക്കും. ഇതൊക്കെ പാട്ടാണ് നമ്മൾ തിന്നും. അല്ലല്ലേ, ഷുഗർ ഒക്കെ ഇപ്പൊ എല്ലാവർക്കും തരുന്ന ഭാഗ്യത്തിന് ദൈവ ഭാഗ്യം കൊണ്ട് ഇവർക്കൊന്നും വന്നില്ലല്ലോ എന്ന് പറയുമായിരുന്നു. സോ ഗൈസ്, അപ്പൊ എന്തായാലും നമുക്ക് നേരെ സെക്കൻഡ് റൗണ്ടിലേക്ക് ലെറ്റ്സ് ഗോ. ഞാൻ കാര്യം പറയട്ടെ, ബുദ്ധി വെച്ചിരിക്കണം കേട്ടോ. അത് നിങ്ങൾക്ക് ഇല്ലല്ലോ. നിങ്ങൾ ഞാൻ ഈ സാധനമില്ലേ ആൻസർ ഇങ്ങോട്ട് എറിഞ്ഞിട്ടാ മതി. ബാക്കിയാനായിട്ട് 3, 2, 1. DRU പിന്നെ ഇത് A, പിന്നെ G, പിന്നെ S, പിന്നെ TICAA. സ്പൈസി DRUSTICKS. മാത്തമാറ്റിക്സിൽ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ആ സാധനം മേടിച്ചിട്ട് DBCP ചെയ്തേ ശരിയാക്കും. എടാ ഞാൻ രണ്ടിലൊക്കെ എടുത്തന്നല്ലോ. എനിക്ക് ഇച്ചിരി ഞാനിങ്ങനെ ഇപ്പോഴത്തെ കേരളത്തിലെ കോഴികൾക്കൊക്കെ ഫുള്ള് കഴിച്ച പൊളിച്ചിട്ടുണ്ട്. എന്റെ ദൈവമേ,
പിന്നെ മുളക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അൾസർ, എന്തൊക്കെ രോഗങ്ങൾ മറ്റേ ഇഷ്ടിക പൊടിയില്ലേ, എന്തൊക്കെ രോഗങ്ങൾ വരുന്നറിയാം. മറ്റേ ഇപ്പോഴും എന്റെ ആലപ്പുഴയില് പശുപ്പനിയാ, അതുകൊണ്ട് അവിടെ ആരും കോഴികൾ കൊറോണ ഇങ്ങനെ പകരണ കോഴികളിലൂടെയാണെന്ന് തോന്നുന്നു. എന്റെ ദൈവമേ, എപ്പോഴാ തകരണ്ടല്ലേ? അല്ലെങ്കിൽ ഡ്രംസ്റ്റിക്കിലൊന്നും കാര്യമില്ല. സത്യം പറഞ്ഞ ഇത് കണ്ണും പൂട്ടി എറിഞ്ഞ് നമുക്ക് വേറെ ഇരിക്കുന്നത്. പിന്നെ പുതിയൊരാൾ വന്നല്ലേ, അവന് ഉണ്ടാക്കിട്ട് തന്നെ കൊടുത്തല്ലേടാ. ഞാൻ വേണമെങ്കിൽ ഈ സാധനം എന്റെ ഞാൻ മറ്റേ പറഞ്ഞ അറിയില്ലേ, ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആളാ. അത് ട്യൂബി, അത് മറ്റേതാണ്, അത് 10ാം ക്ലാസ്സിൽ ചോദിച്ചില്ല. ഇതൊക്കെ 10ാം പറയാൻ സൗകര്യമില്ല. ബ്രോ 10ാം ക്ലാസ് പഠിച്ചില്ല? അല്ല, ഞാൻ +2 അതാണ് നേരെ മുമ്പിൽ നിന്ന് +2ലേക്ക് അത് തൃശ്ശൂര്. അതങ്ങനെ വളരാൻ നടക്കുന്നത്. ബേസൊന്നും പഠിക്കാതെ പോയേക്കണേ. എത്ര വളരണം? ബ്രോഡ് എത്ര വളരണ്ട? അപ്പൊ ഞാൻ വളർന്നു കഴിഞ്ഞു. പക്ഷെ ബുദ്ധി വളർന്നില്ല. അല്ലെ കളി വിട്ടുകൊടുത്താലോ? പാവണൊക്കെ കരയാനായി രണ്ടാളും. ഒരു കാര്യത്തിലുമില്ല. ഇത് കഴിയാറായി. ഞാനങ്ങനെ ഇതിൽ ആളൊന്നുമല്ല. എത്ര തോൽവി. 3, 2, 1. നോക്കൂ. അല്ലല്ല, നമ്മളെ വീഡിയോയിലുണ്ട്. ഗൈസ്, അപ്പൊ എന്തായാലും ക്യാമറ കട്ട് ചെയ്ത സമയത്ത് KMC കൊമ്പൻ അറിയാതെ ഒരു തിരുത്ത് അവിടെ നടത്തി. അതുകൊണ്ട് ക്രൂ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞു അത് ഫൗളാണ്, അതുകൊണ്ട് നമുക്ക് ചാൻസ് തരാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് കിട്ടുമെന്നാണ് ക്രൂ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഫസ്റ്റ് നമുക്ക് പറയാല്ലേ, മോഹബത്ത് കാ സർബത്ത്. പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, എന്റെ പെണ്ണെ നിനക്കെന്തോ പിണക്കം, നീ എന്റെ കാരണല്ലേ, മാറിൽ മയക്കം കൊള്ളുമ്പോ നീയല്ലോ കനവാണേ, പകലിന്റെ മടിയിൽ മിഴി തുറന്നാൽ രാവത്തും പകലത്തും നിന്റുക മുന്നിൽ, മുഖത്തി പറഞ്ഞാൽ നീ എന്റെ നിഴലും വെളിച്ചമെന്നിൽ തൂർന്ന വിളക്കും, മുത്തേ പൊന്നെ പിണങ്ങല്ലേ, എന്ത് കുറ്റം ചെയ്തു ഞാൻ, നിനക്കിന്നു പിണക്കം, നീ എന്റെ കരളല്ലേ, രാവിന്റെ മാറിൽ മയക്കം കൊള്ളുമ്പോ നീയല്ലോ കനവാണേ, സർബത്ത് ഷമീർ സർബത്ത് ഷമീർ സർബത്ത് ഷമീർ പാട്ടാടി കഴിഞ്ഞാൽ ലാസ്റ്റ് വെള്ളം സർബത്ത് അതിനുള്ള ചേനുള്ള മാലകൾ വാങ്ങാം, ഇതൊക്കെ ചേലുള്ള മാലകൾ വാങ്ങാം, കണ്ണാടിക്കാവിലെ കടയിലും കേറാം, താനെ തന്നെ ഒരു സർബത്തിട്ട് സർബത്തല്ല, ഇതൊക്കെ നമ്മൾ എത്ര കൂട്ടി. അടുത്ത റൗണ്ടിലേക്ക്. 2, 1. ഓക്കെ ഫസ്റ്റ് മാസം Okay. 12. DRAGONCHICKEN. താനെ തന്നല്ലേ തനാലെ താരല്ലേ, ഞാൻ പറഞ്ഞല്ലേ നേരത്തെ റൗണ്ട് നമ്മള് വിട്ടെന്നതാണ്. ഡ്രാഗൺ ചിക്കൻ. ഇങ്ങനെയാണ് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാവും. ഓക്കെ അങ്ങനെ മരല്ലേ ഒരാളെ ബ്രോ വെറുതെ ഇരുന്ന് തിന്നുന്നില്ല, തിന്നോ പ്രശ്നമില്ല. ഞാൻ ചെയ്യണ്ടേ, KMC കൊമ്പൻ ഇത് സത്യം പറഞ്ഞ KMC കൊമ്പൻ കളിച്ച് നേടിയത് ഇത് KMC കൊമ്പൻ അറിയിക്കുന്ന, പക്ഷെ അവൻ KMC കൊമ്പൻ സ്പെല്ലിംഗ് കണ്ടുപിടിക്കാൻ ഞാനാണ്. അവനതെങ്കിലും ചെയ്യണ്ട നീയോ? അവിടെ എന്താണ് അടുത്ത പ്രാവശ്യം കൈയെങ്കിലും പൊന്തിക്ക്.
പൊട്ടേട്ടാ സത്യം പറയാലോ ഇത് കിട്ടില്ല സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങളൊക്കെ ബാൻ ചെയ്യും ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യും. ഡ്രാഗന്റെ തീയില്ലേ അത് കോഴിയുടെ കട നിങ്ങളിതെല്ലാം കണ്ടിരിക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കമന്റ് അടിച്ചിരിക്കുക. ഡ്രാഗൺ ഇവര് നമ്മള് സാധനം കഴിക്കട്ടെ കേട്ടോ. അങ്ങനെയെങ്കിൽ ആ കരച്ചിലൊക്കെ ഒന്ന് നിൽക്കട്ടെ. അതെ നിങ്ങളുടെ വിഷമം അങ്ങനെയൊക്കെ മാറ്റം നോക്കി കഴിക്കാൻ ഡ്രാഗൺ തൊണ്ടായി കൊടുക്കും. സോ ഗൈസ് അപ്പൊ എന്തായാലും നമ്മുടെ 5ാമത്തെ റൗണ്ടിലേക്ക് പോയാലോ. സോ ക്വസ്റ്റ്യൻസ് പോരട്ടെ ക്വസ്റ്റ്യൻസ് വരട്ടെ. 3, 2, 1. ബ്രോസ്റ്റഡ് ചിക്കൻ BROSTEDECHICKEN താനേ തന്നെ തന്നാനേ താനന്നെ താനേ തന്നെ. ബ്രോസ്റ്റ് ചിക്കൻ ചിക്കൻ കഴിക്കാൻ പാടില്ല. മറ്റേ തണുത്തല്ല കേട്ടോ. ചൂടുണ്ടാ കുറച്ച് വെള്ളം ഒഴിക്കി. അത് നിങ്ങൾ ചൂടുള്ള എല്ലാത്തിനും വെള്ളം കഴിക്കാറ് അതിന് നീ തിരിച്ചു കൊടുത്തേ ഞാൻ അടിച്ച കഴിക്കടാ കഴിക്കോ സത്യം സത്യം പറഞ്ഞാൽ ഞാനുണ്ട് ഫുഡ്സ് ആണ് ഫാസ്റ്റ് ഫുഡ് ഇതൊന്നും സത്യം പറഞ്ഞാൽ ഹെൽത്തി അല്ല. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ദേഹത്തിന് ഭയങ്കര കേടാ. ഇതിപ്പോ നമുക്ക് തോന്നുന്നു ഇങ്ങനെ ചിക്കൻ ഐറ്റംസ് കിട്ടാൻ തുടങ്ങി. ഞങ്ങൾ ചിക്കനെതിരാ. ഞാനൊക്കെ ചിക്കനെതിരാ. ഞങ്ങള് ഈ ഡ്രാഗൺ ചിക്കൻ പിന്നെന്താണ് ഈ ഒരു പാവ കോഴിക്കൊണ്ടിനെ കൊണ്ടു തിന്നുന്നത് എന്തൊക്കെ കോഴി ഉണ്ടല്ലോ 2 കാലം. എന്നിട്ട് ഇങ്ങനെ ഇല്ലില്ല തമിഴ്നാട്ടിലൊരെണ്ണം നാരണമുള്ള പിന്നെ 4 കാലുള്ള കോഴി. ഞങ്ങളൊക്കെ മനുഷ്യത്തുള്ള ഞങ്ങൾക്ക് സത്യം പറഞ്ഞാണ്ടല്ലോ ഇത് നമുക്കറിയാം മനസ്സിലായി. ചിക്കനാണ് കോഴി കുഞ്ഞാണ് വേണ്ട അത് കറക്റ്റിലെല്ലാം കിട്ടിയത് ഈ നീളമുണ്ട് ചിക്കൻ പറയാൻ പറ്റത്തില്ല. ഏതെങ്കിലും അമ്മക്കോഴി ആയിരിക്കും. അമ്മ കോഴി ആയിരിക്കും. മോളെ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അപ്പൊ മാറി പിടിച്ച കുഞ്ഞുങ്ങളിൽ 2 കുഞ്ഞുങ്ങൾ നമുക്ക് എടുത്ത് വളർത്തിയാലോ അവരെ. കുഞ്ഞുങ്ങളെ തന്നെയായിട്ട് ബ്രോനെ കേൾപ്പിക്കാം. ബ്രോ അങ്ങനെ കോഴിക്കുഞ്ഞിനുണ്ടാക്കി അവിടെ 4 പട്ടികൾ ഞങ്ങള് തീരുമാനിച്ചോളാം. ബ്രോ എടുത്തോ ബ്രോ അല്ലേ. അതിന്റെ അമ്മ പട്ടിയില്ലേ പോകുമ്പോ ഇവന്റെ അടുത്ത് ഇങ്ങനെ അവിടുത്തെ പെൺപട്ടികൾ നമുക്ക് കഴിക്കണം. രാത്രി ഓടി കേൾക്കില്ല എന്നറിയോ അങ്ങനെ ഓടിയിട്ടുണ്ട്. മറ്റേ രാത്രി ചായ കുടിക്കുമ്പോ പാടുന്ന പെൺകുട്ടികളൊക്കെ പേടിയാ. ഒറ്റ ഓടിക്കളെ ഭയങ്കര ഓടി കൂട്ടി അവിടുത്തെ പട്ടികൾ ഇപ്പൊ ജെട്ടിയിട്ടാണ് നടക്കണത്. എന്തായാലും നമുക്ക് നേരെ നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയാലോ. എല്ലാം ഗെയിം ചിക്കൻ പറയുന്ന പോലെ. ഗൈസ് അപ്പൊ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ആണ്. ഫുഡ് ഐറ്റംസും ഇച്ചിരി കടുപ്പത്തിലായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. 3, 2, 1. ഹൈദരാബാദി ചിക്കൻ ബിരിയാണി 9, 14, 1, 25, 9, 18, 9, 2, 14, 5, 11, 3, 9, 9, 3, 9, 4, 1, 2, 1, 18, 5, 4, 20. അത് മൊത്തം തെറ്റാ. അവര് കണക്കൂട്ടി കഴിക്കാനും തെറ്റാണ്. ഇല്ല മൊത്തമല്ല കൊറേ തെറ്റാ കണക്കൂട്ടി വെച്ചാണെങ്കിൽ തെറ്റാ. പിന്നെ ഇതിനെ ബ്രോക്ക് ചിക്കൻ ബിരിയാണി കിട്ടിയ ഗൈസ് അവര് 3 എഴുതിയിട്ടില്ല. നിങ്ങളോ? നമ്മളെന്ത് നമ്മുടെ 2 മിസ്റ്റേക്ക്. മിസ്റ്റേക്ക് ആയി. ഉണ്ടോ നോക്കി. അല്ല അന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. ഇനി ഹൈദരാബാദ് ബിരിയാണിയൊക്കെ നമ്മൾ തിന്നാത്തയാണോ? തിന്നിട്ടില്ലല്ലോ. നമ്മൾ ഹൈദരാബാദ് ബിരിയാണി കഴിച്ചിട്ട് ഞങ്ങളാ ഹൈദരാബാദിൽ ചെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ബിരിയാണി നമ്മുടെ കായിക്ക ബിരിയാണി അടിപൊളി. ചിക്കൻ ബിരിയാണി വെള്ളം ഇറങ്ങാൻ ചെത്തു. സത്യം പറയുന്നു. അല്ലാത്ത സമയത്തൊക്കെ തനിക്ക് എല്ലാം കിട്ടുന്നതാണല്ലോ. വെറുതെ ഇരുന്നാൽ അവിടെ അപ്പുറം പോണ സാധനമൊക്കെ കറങ്ങി വന്ന് നിങ്ങളുടെ അടുത്ത് വേറെ ആരും വേണ്ട. ഫുഡ് നിനക്കൊന്നും കിട്ടാറില്ല. ഇല്ല ഇപ്പൊ മനസ്സിലായി. ടീമിലെ ഒന്നും കിട്ടില്ല. നിന്റെ അതുകൊണ്ടല്ല ബ്രോ അതല്ല ഇതില് പുതിയൊരാള് അതാണ് ബ്രോ. ഇതിനകത്ത് വേണ്ടതല്ല, ഇതിനകത്തുണ്ട്. പക്ഷെ നമ്മളത് സ്ലോയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. എല്ലാവർക്കും ഇപ്പം ആനയോടും കുതിര
ക്രൂവിനോടും മൊയലിനോടും തെങ്ങിനൊക്കെ ഒരുമിച്ച് കയറാൻ വന്നാൽ പറ്റത്തില്ലല്ലോ. പറ്റില്ല. നേരി കഴിയട്ടെ. നമ്മൾ എന്ത് ലക്കിയല്ലേ, ഇതൊന്നും കഴിക്കേണ്ടി വന്നല്ലോ. നമുക്ക് തടി വെക്കൂല, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കും. നീ നന്നായി കളിച്ചു. പക്ഷെ നിനക്ക് ഈ ഫുഡ് കിട്ടാത്ത ലക്കുണ്ടല്ലോ, അത് എനിക്ക് കിട്ടി. ശാപം കിട്ടി, ഫുഡ് ശാപം. ഞാനിങ്ങനെ ഒരു ശാപമാനായിട്ട് നടന്നോളാടെ. താഴ്ന്ന നല്ല ഉഗ്രം കഞ്ഞിയുണ്ട്, ഒരു മുളക് കൂട്ടുക, ഒരു കടി കടിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? ചിക്കൻ്റെ അത്ര തേങ്ങ കിട്ടും. തേങ്ങ പോയി കഴിച്ചോ. ഞങ്ങളെ കഴിച്ചോളാം. ഞങ്ങൾക്ക് തോന്നുമ്പോ ഞങ്ങളെ കഴിക്കും. ഞങ്ങള് സങ്കടം വരുന്നു കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു. അല്ലല്ല, താഴത്തെ പഴങ്ങഞ്ഞിയുടെ കാര്യം ആലോചിച്ചിട്ടെ കുറെ നേരം ഞാനില്ലാതെ വെറുതെ ഒറ്റയ്ക്ക് ഇരിക്കുക. ഞാനൊരു കാര്യം ആലോചിക്കുന്നത് എന്തെന്നറിയോ, നമ്മള് കളിച്ചു പോലെന്തെങ്കിലും പറയാം, ഈ ക്രൂവിനൊക്കെ ഒന്നും കൊടുക്കാതെ ഇരിക്കുന്നെന്ന് പറഞ്ഞു. നമ്മൾ ഞാൻ ക്രൂവിനെ എങ്ങനെയാ റിജക്റ്റഡ് കൊടുത്തത്? ഞാൻ ഇങ്ങനെ എടുത്ത് നമുക്ക് ജയിച്ചു കഴിഞ്ഞാൽ ക്രൂ കഴിച്ചിട്ട് നമ്മൾ കഴിക്കുന്നുണ്ട്. ഇത്ര നാളത്തെ കണ്ടില്ല ക്രൂ. എന്തുകൊണ്ട് വെള്ളം കൊടുക്കാൻ ശരിയാണോ? ഓൾറെഡി ആ ബോഡിയിൽ കുറെ വെള്ളമാണ്. ഇനി എന്തിനാ ആ ബോഡിയിൽ വെള്ളം? നീ എന്താ പറഞ്ഞ ക്രൂ നല്ല ക്രൂ ആണെന്ന്. ക്രൂവിന്റെ ബോഡിയിൽ നല്ല വെള്ളമാണ്. കണ്ടാ പറഞ്ഞാ ക്രൂ വെള്ളമാണെന്നൊക്കെ. അങ്ങനെയല്ലേ ക്രൂ, അതല്ല മറ്റേതല്ലേ. കാശ് വെള്ളം പോലും കൊടുക്കാത്ത മതിയോ? ഞാൻ കഴിച്ചോളാം. അപ്പൊ ഞാൻ ചെയ്യാം. ഇല്ല, കാര്യം ചെയ്യുന്നില്ലല്ലോ. കാര്യം ചെയ്യണ്ടേ? ഇല്ല, ചെയ്യുന്നില്ല. വെറുതെ സ്റ്റോറേജ് ഒക്കെ തീരുക. തീരട്ടെ. സ്റ്റോറേജ് ഒക്കെ തീർന്നു കഴിഞ്ഞാൽ കഴിച്ച ചിക്കൻ്റെ എല്ലും നിന്നെ കാണിച്ചിട്ടേ ഇപ്പൊ പോകുള്ളൂ. ഞാൻ കണ്ടിട്ടുള്ള കുറെ ഉണ്ട്. So guys, പറയൂ. ഞാൻ ക്രൂവിന് കൊടുത്തില്ല. ക്രൂവിന് 3 ചിക്കൻ പീസ്. പീസിനൊക്കെ ഭയങ്കര വില കേട്ടോ. ക്രൂ കഴിച്ചോ? ചിക്കനൊക്കെ ചിക്കൻ സത്യം സ്റ്റീറോയിഡ് കുത്തിയാണോന്ന് പോലും അറിയത്തില്ല. ക്രൂ ഒക്കെ നോക്കി കഴിക്കും. എല്ലൊക്കെ തൊണ്ടയിൽ കുടുങ്ങി അറിയാലോ. തരത്തിലേക്കൊക്കെ ഭയങ്കര പൈസയാ. കഴിക്കുമ്പോ വിരല് കടിക്കാൻ നോക്കണേ. നമ്മള് ക്രൂവിന് കൊടുത്തുട്ടോ. ഞങ്ങള് കണ്ടല്ലോ, നല്ല സൂപ്പർ. ഇനി ഇതേപോലെ വേണോ? സത്യം പറഞ്ഞ ഇതിലെ വിജയികൾ ഞങ്ങളാ. ഞങ്ങള് സത്യം പറഞ്ഞ ഒരു കോടികളെ പോലെ ഒന്നും ചെയ്തില്ല. ആകെ കുറച്ച് വെള്ളം ഹൈവെക്സിന്റെ കാര്യം പറഞ്ഞേ. ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ഓൺ ടീഷർട്ട് ബ്രാൻഡാണ് ഐവെക്സ്. അപ്പൊ അത് മേടിക്കാത്തവർ ആരെങ്കിലും ഇപ്പൊ തന്നെ പർച്ചേസ് ചെയ്ത് അതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നിങ്ങൾ അത് ഇട്ട് വെറൈറ്റി റീൽസ് ഒക്കെ ഉണ്ടാകുവാണെങ്കിൽ നമ്മുടെ ഐവെക്സിന്റെ പേജുമായിട്ട് കൊളാബറേഷൻ ചെയ്യുക. അപ്പൊ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ സ്റ്റോറി ഇടുക, നമ്മളത് റീമെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലേ? ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് ബൈ ഗൈസ്, ലവ് യു ഓൾ.